എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് കേട്ടിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു പോലീസ്. നീ ഒരു കാര്യം ചേട്ടാ, നീ ഇറങ്ങി പിടിക്കും കള്ളനെ. പിടിക്കൂടാ, ഈ പൊതുപ്രവർത്തകർക്കാവാം കള്ളനെ പിടിക്കാനൊക്കെ. നിങ്ങളെ ജോലി എന്തോന്ന്? നീ വലിയ വായിൽ വർത്താനം പറഞ്ഞല്ലേ, നീ ഒന്ന് പിടിച്ച് കാണിയത്. പിടിക്കും, അങ്ങനെ വെല്ലുവിളിക്കല്ലേ. ഒരുപാട് കള്ളന്മാരെ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ലാതെ പിടിച്ച ചരിത്രമുള്ള കൊടങ്ങാളെ കുടുംബത്തിനാ മച്ചമ്പി. റൊണാൾഡേ, ഈ കൊച്ചുങ്ങളെ പേപ്പർ വലിച്ചു കയറിട്ട് കള്ളൻ പോലീസ് എഴുതി കളിക്കും പോലല്ല കള്ളന് പോലീസ് എന്ന് പറഞ്ഞാല്, അത് വേറെയാണ്. അങ്ങനെ അങ്ങ് തരം താഴ്ത്തല്ലേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരുപാട് പേര് കേട്ട വില്ലാളി വീരന്മാരുള്ള തറവാടാ ഞങ്ങളുടെ. അതിൽ അവസാനത്തെ കന്യായി നിൽക്കുന്നത് ഈ പടത്തല കറക്റ്റായി. അവനെ പിടിക്ക്. നിനക്ക് ഭയങ്കര ക്രിമിക്കുത്താണല്ലേ ആ മനുഷ്യനെ കള്ളന്മാര് കത്തിയിലിട്ട് കോർത്ത് കറക്കണത് കാണാനായിട്ട്. എത്ര മോശക്കാരനായിട്ടാണോ പറയണത്? അല്ലെങ്കിൽ തന്നെ നഖം വെട്ടിയപ്പോ കാലിച്ചിരി ചോര കണ്ടെന്ന് പറഞ്ഞ തല കറങ്ങി വീണ മനുഷ്യനാ. എന്ത് തങ്കം, പോലീസുകാരെ പോലെയാണോ ക്ലീറ്റോ? അവര് എന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് അവനൊക്കെ നല്ല ആരോഗ്യമുണ്ട്. നിങ്ങളോ പട്ടി കടിക്കാൻ വന്ന ഓടാൻ പോലും പറ്റൂലാത്ത മനുഷ്യനാണ്. കള്ളനെ പിടിക്കാൻ പോകുന്നു. ഇങ്ങോട്ട് വന്നേ. ഇന്നേക്ക് 3-ാം നാൾ ക്ലീറ്റസ് മത്തായി എന്ന ഈ പൊതുപ്രവർത്തകൻ ഈ നാടിന്റെ വിപത്തായ കള്ളനെ പിടിച്ച് ഈ മുറ്റത്ത് കൊണ്ടുവന്നിരിക്കും. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തലയിരിക്കുമ്പോൾ വാലാടരുത് കേട്ടോ. എടാ ഞാനും അവനോട്ട് പല വാഗ്വാദങ്ങളും നടക്കും. അതിൻ്റെ ഇടയ്ക്ക് വെല്ലുവിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? അവന് പറഞ്ഞോ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാൽ മച്ചമ്പി കള്ളനെ പിടിച്ച് ഞാൻ മച്ചമ്പിക്കല്ലേ അതിൻ്റെ. കള്ളനെ പിടിക്കലല്ല എൻ്റെ ജോലി, അതിന് പോലീസുകാരുണ്ട്. കള്ളനെ പിടിപ്പിക്കാൻ വെല്ലുവിളിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നു. ഈ കള്ളനെ പിടിക്കേണ്ട പോലീസ് മിണ്ടായെന്നുണ്ടല്ലേ. മച്ചമ്പി പിടിച്ച് പോലീസിൻ്റെ മുമ്പിൽ കള്ളനെ ഇട്ടെടുത്താൽ സ്റ്റാർട്ട് ആർക്കാ വരുന്ന മച്ചമ്പി ഇല്ലയോ? എടാ ഇപ്പോഴത്തെ കള്ളന്മാരെ കയ്യിലെന്ന് പറഞ്ഞാൽ കത്തി കാണും, കടാര കാണും, തോക്ക് കാണും, എല്ലാ ചവറും കാണും. അവങ്ങ് പറയണം ഞാനില്ലേ മച്ചമ്പി. അയ്യോ പിന്നെ കത്തിയും കടാരൊന്നും നിന്റെ പള്ളയെ കയറില്ലല്ലോ. എടാ വെടിയുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലും തുളച്ച് ഇപ്പുറത്തും വരും, നീ ഞാനും തീരും. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത മച്ചമ്പിയുടെ പഴയ മനോധൈര്യം അവിടെ പോയി. ഓ പണ്ട് കൊടങ്ങാവളെ നമ്മൾ പ്ലാവല പോലീസ് കളിക്കുമ്പോൾ കള്ളന്മാരെ ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ള മച്ചമ്പയല്ലേ. പറങ്കാവേലും പൊലത്തിലെല്ലാം കയറി. ആ ധൈര്യം എവിടെ പോയി? എടാ വായി നോക്കി, അത് പിള്ളേർ കളിയോ? അതുപോലെയല്ല, ഇത് ജീവൻ വെച്ചുള്ള കളിയാണ്. തമാശ കളിക്കണം നീ. നിന്നെ ഞാനേ കള്ളന്മാരെ കള്ളനെ പിടിക്കണതിനൊരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. ചുമ്മാ ചാടി വീണ് കള്ളനെ അങ്ങ് പിടിക്കാക്കൂല. അതിന് കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളല്ല ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്ന് 2 അടിക്കുന്നു, നമ്മൾ ഉറക്കമുളച്ചിരുന്ന് പിടിക്കും. നീ ഇതെന്തോ ഇതും അടിച്ച് ഇവിടെ സുഖിക്കാനാണോ നീ ഉണ്ടാക്കാൻ വന്നത്? കാരണം വെല്ലു വിളിച്ചിട്ട് വെല്ലുവിളി. അയ്യോ 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 അവിടെ തലവിളി കേട്ടല്ലോ. മറ്റേ തമ്പിച്ചേട്ടനെ കാണാണ് എടുത്തറിഞ്ഞ് ഇവിടെ നിന്നല്ലേ കേട്ടെ. എന്ത് കാട്ടു വന്നിയോ? എടാ നീയാണല്ലേ ഈ പ്രദേശത്ത് മുഴുവൻ മോഷണം പോലീസുകാർക്ക് പിടിക്കാൻ പറ്റാതെ ഞങ്ങള് DDT പാർട്ടിക്കാരെല്ലാം കൂടെ പിടിച്ച് കേട്ടാ. നാടിനെ കിടീടാവർപ്പിച്ച കള്ളന്റെ മുഖം വേണമെന്ന് കണ്ടോ? 50ഓളം മോഷണ കേസിലെ പ്രതിയാണ് ഇവൻ. ഈ വെള്ളയ്ക്ക് അതിനും പവറുണ്ട്. ഞങ്ങളൊന്ന് ആഞ്ഞിറങ്ങി നാട്ടിലെ സകലമാന കള്ളന്മാരെ പിടിച്ച് നിന്റെ മുമ്പ് കൊണ്ട് ഇട്ട് തരാം. പോലീസാണ് പോലും അതെല്ലാം ഉണ്ട്. വിശ്വസിക്കാനേ പറ്റണില്ല. ക്ലീറ്റസ് ചേട്ടൻ എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ മാനം കാത്തു. ഇതൊക്കെ എന്ത് സുമ്മാവാ.